ഈ പുതിയ സൈനികൻ ഒരു പെണ്ണായ ഓഫീസറുടെ പിസ്റ്റൾ പിടിച്ചെടുത്ത് അവളെ കീഴടക്കി. പക്ഷെ അവൾ അവസരം കിട്ടിയപ്പോൾ അവനെ ചവിട്ടി വീഴ്ത്തി. ഉടൻ തന്നെ സൈനികൻ വീണ്ടും അവളെ കീഴടക്കിയ ശേഷം അവളുടെ യൂണിഫോം ധരിച്ച് ശത്രു ഓഫീസറുടെ വേഷത്തിൽ ക്യാമ്പിലേക്ക് കയറി. അവിടെ തടവിലായിരുന്ന തന്റെ കൂട്ടുകാരെ കണ്ടെത്തിയ അവൻ അവരെ രക്ഷിക്കാമെന്ന് വാക്കു നൽകി. തുടർന്ന് ആയുധപ്പുര കാത്തിരുന്ന സൈനികരെ തോൽപ്പിച്ച് ക്യാമ്പിന്റെ പല ഭാഗങ്ങളിലും ടൈം ബോംബുകൾ സ്ഥാപിച്ചു. ശേഷം ഒരു ഉയർന്ന കെട്ടിടത്തിൽ കയറി 2 സ്നൈപ്പർമാരെ നിശബ്ദമായി കീഴടക്കി അവരുടെ സ്നൈപ്പർ റൈഫിൾ സ്വന്തമാക്കി. ഇതിനിടെ വനിതാ ഓഫീസർ രക്ഷപ്പെട്ട് എല്ലാവരെയും മുന്നറിയിപ്പ് നൽകി. ശത്രു സൈന്യം അവനെ തിരയാൻ തുടങ്ങി. അതേസമയം സൈനികൻ ഡെറ്റനേറ്റർ അമർത്തിയതോടെ ക്യാമ്പിലുടനീളം വലിയ സ്ഫോടനങ്ങൾ നടന്നു. അവൻ ഉയർന്ന സ്ഥലത്ത് നിന്ന് ശത്രുക്കളുടെ പ്രധാന കമാൻഡറെ കാത്തിരുന്നു. രാത്രി മുഴുവൻ തണുപ്പിലും മഴയിലും കാത്തുനിന്ന ശേഷം രാവിലെ ലക്ഷ്യം കണ്ടു. ഒരൊറ്റ സ്നൈപ്പർ വെടിയിലൂടെ കമാൻഡറെ വീഴ്ത്തി. അതോടെ അവന്റെ ടീം സൈനിക അഭ്യാസത്തിൽ വിജയിച്ചു. പിന്നീട് പ്രതികാരം ചെയ്യാനെത്തിയ വനിതാ ഓഫീസർ സൈനികൻ കടുത്ത ക്ഷീണം കാരണം ബോധം കെട്ട് വീഴുന്നത് കണ്ടു. അവൾ അവനെ ആശുപത്രിയിലെത്തിച്ചു. പിന്നീട് കമാൻഡർ എത്തി വിജയത്തിന് അഭിനന്ദിക്കുകയും അവന് സെക്കൻഡ് ക്ലാസ് മെഡൽ ഓഫ് മെറിറ്റ് നൽകി ആദരിക്കുകയും ചെയ്തു.